അലൈക്കും. വലൈക്കുമുസ്സലാം. എങ്ങോട്ടാണാവോ കിണറ്റിൽ നിന്നെടുത്ത പശുക്കളെ പോലെ ഓടുന്നത്? ഒന്നും പറയണ്ട, വീട്ടിലൊരു സാധുവുണ്ട്, അതിന്റെ ശല്യം സഹിക്കാൻ വയ്യാനിട്ടാണ്. എന്ത് സാധനമാ ഇത്ര ശല്യം? എന്റെ ഉപ്പ കെട്ടിക്കൊണ്ടുവന്ന സാധനമില്ലേ, അത് തന്നെ. സുബ്ഹാനല്ലാഹ്, നിന്റെ ഉമ്മയെ കുറിച്ചാണോ നീ പറയുന്നത്? അതെ, അത് തന്നെ. എന്ത് ശല്യമാ നിന്റെ ഉമ്മ നിനക്ക് ചെയ്യുന്നത്? നേരം പോലെ ഉറങ്ങാനും സമ്മതിക്കില്ല. 5 മണിക്ക് തുടങ്ങും വിളിക്കാൻ, എന്നിട്ട് ഒരു കമന്റും, എണീച്ചു നിസ്കരിക്കടാ. നീ എന്ത് വിഡിത്തരമാണ് ഈ പറയുന്നത്? അതുപോലെയുള്ള ഉമ്മമാരെ കിട്ടുവാനും വേണം ഒരു ഭാഗ്യം. എന്ത് ഭാഗ്യം? നേരം പുലരുമ്പോൾ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഉമ്മയെ കിട്ടിയിട്ട് എന്ത് ഭാഗ്യം. അല്ലെ, ഫ്രണ്ട്സ് എല്ലാം 9 മണിക്ക് എഴുന്നേൽക്കും. എന്ത് സുഖമാ അവർക്ക്. സുഖമാണെന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. ഉമ്മയെ സംബന്ധിച്ച് നിനക്കെന്തറിയാം? ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് വസ്ത്രം അലക്കി തരാനും ടൈമാകുമ്പോൾ ഭക്ഷണം പാകം ചെയ്തു തരാനും ഉപ്പ കൊണ്ടുവന്ന സാധനമല്ലേ, അല്ലാതെ വേറെ എന്താ? എന്നാൽ മോനെ, നീ മനസ്സിലാക്കിയ ഉമ്മയല്ല യഥാർത്ഥ ഉമ്മ. അവരോട് നമുക്ക് തീർത്താൽ തീരാതെ കടപ്പാടുണ്ട്. അതെയോ, എനിക്കറിയില്ലായിരുന്നു. മാതാപിതാക്കളോട് ചേ എന്ന വാക്ക് പോലും പറയരുത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. തീർന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പറഞ്ഞത് എന്ന് നിനക്കറിയുമോ? ഇല്ല, ഒന്ന് പറഞ്ഞു തരുമോ? എന്നാൽ കേട്ടോളൂ. മാതാവിന്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുകയോ അവരോട് പിണങ്ങുകയോ ചെയ്താൽ അവരുടെ കാര്യം പരാജയം തന്നെയാണ്. ഇത്രയും ഗുരുതരമായ പ്രശ്നം എനിക്കറിയില്ലായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഉമ്മയോട് മാപ്പ് പറയുക, പൊരുത്തം നേടുക, അല്ലാതെ വേറെ മാർഗമില്ല. ശരി, ഇന്നു മുതൽ ഞാൻ എൻ്റെ ഉമ്മയെ ഒന്നും പറയില്ല. സ്നേഹം കൊണ്ട് വേർപ്പൂട്ടിക്കും. ഇതുവരെ പറയതെല്ലാം ഞാൻ കാല് പിരിച്ചു മാപ്പ് ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്നാൽ നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും. വലൈക്കും.